40 സെപ്റ്റംബർ 15 ശേഷം ഒളിവിലായിരുന്നു. ഞാനും ഒളിവിലായിരുന്നു. ഞാനന്ന് അവിടെ വണ്ടി ഓടി കാസർഗോഡ് ജില്ലയിലായിരുന്നു ഞാൻ കേന്ദ്രീകരിച്ചിരുന്നത്. KPR ഇവിടെ തന്നെ ഒരു അധ്യാപികയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഒടുവിൽ അദ്ദേഹത്തെ പിടിച്ചു. ഭയങ്കരമായി മർദ്ദിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും വമ്പിച്ച പ്രക്ഷോഭമായിരുന്നു. അദ്ദേഹത്തെ കോടതി വിധിച്ചത് തൂക്കാൻ വിധിച്ചു. ഇന്ത്യയിലാകെ വമ്പിച്ച പ്രക്ഷോഭം തൂക്കാൻ വിധിക്കാതെ കേരളത്തിലാകെ വമ്പിച്ച പ്രക്ഷോഭമായിരുന്നു വധശിക്ഷ. ഒടുവിൽ അദ്ദേഹം കോൺഗ്രസിന്റെ വടക്കേ മലബാർ കോൺഗ്രസിന്റെ ഒരു നേതാവും കൂടിയാണ് KPR. ഒടുവിൽ മഹാത്മാഗാന്ധി ഇടപെട്ട് അദ്ദേഹത്തെ വധിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വധിക്കാതിരുന്നത്. അദ്ദേഹം സേലം ജയിലിൽ കിടക്കുക. പക്ഷെ എന്റെ സഹോദരനും ജയിലില്ല. ഈ കേസിൽ എന്നെ പെടുത്താൻ ശ്രമിച്ചപ്പോ എന്നെ കിട്ടിയില്ല. ഈ മോറാണ്. അപ്പൊ എന്റെ നേരെ ജ്യേഷ്ഠനെ കേസിൽ ഉൾപ്പെടുത്തി. കേസ് കിടന്നു സേലം ജയിലിൽ 6 കൊല്ലം ജയിലിൽ കിടന്നു. എന്നെ പിടികിട്ടാത്തതുകൊണ്ട് അവർക്ക് 46 വരെ കിട്ടിയില്ല. ഞാൻ ഈ ട്രാവൻകൂറിൽ 4 കൊല്ലം ഉണ്ടായിരുന്നു. ഇവിടെ കേരള കൗമുദി വന്നത് 10 മാസം കേരള കൗമുദി ഉണ്ടായിരുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അനിതര സാധാരണമായ പങ്കുവഹിച്ച നായനാരുടെ ജീവിതത്തിൽ സ്വന്തം കുടുംബത്തിനു പോലും 2ാം സ്ഥാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. 1930 കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് കല്യാശ്ശേരിയിൽ നിന്ന് സ്വീകരണം നൽകിയത് നായനാർക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാനുള്ള വഴി തുറന്നുകൊടുത്തു. കല്യാശ്ശേരിയിൽ നടന്ന ആ ജാഥാ സ്വീകരണം നായനാരിലും വിദ്യാർത്ഥികളിലും വൻ ചടുലം സൃഷ്ടിച്ചു. സ്വദേശി പ്രസ്ഥാനം, മദ്യവർജന പ്രസ്ഥാനം, ഖാദി പ്രസ്ഥാനം എന്നിവയിൽ സജീവമായി പങ്കെടുക്കാൻ വായനശാലകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയവയിൽ നായനാർ തന്നെയായിരുന്നു മുൻപന്തിയിൽ. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും ജനസ്മാരകങ്ങളെ. സഖാവ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മലബാർ സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രവർത്തകൻ ആയിരുന്നു നായനാർ. 1938 തന്നെ കൃഷ്ണൻ നായനാർ കല്യാശ്ശേരി കോൺഗ്രസ് യൂണിയൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭിന്നതയെ തുടർന്ന് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. തുടർന്ന് ഇടക്കുളത്ത് വെച്ച് നടന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെ നായനാർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സജീവ ഭാഗവാക്കായി. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു
ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും. ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ഒരു വരൾ മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി. അതിൽ നാം വിതച്ച സ്വപ്നത്തിന്റെ വിത്തുകൾ, അതിൽ നാം നനച്ച വേർപ്പുപ്പിൻ പ്രതിജ്ഞകൾ. അതു തഴച്ചും കുലച്ചും കായ്ച്ചുമിന്നിത അതിനിന്നു നമ്മൾ കാവൽക്കാർ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. അഴിമതി മതം പൂണ്ടൊരൈരാവതങ്ങളെ അടിപെടുത്താനിതൊരു തുടലായി. അധികാര സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് വിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി. വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന പൂവിന്റെ മധുവായി. അവകാശ സംരക്ഷണത്തിന്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. 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 അതിനാൽ സഖാക്കളെ വിശ്രമം മറക്കുവിൻ, കടിഞ്ഞാൺ മുറുക്കുവിൻ, അശ്വങ്ങൾ കുതിക്കട്ടെ ലക്ഷ്യത്തിലെത്തും വരെ. വിശ്രമം മറക്കുവിൻ, കടിഞ്ഞാൺ മുറുക്കുവിൻ, അശ്വങ്ങൾ കുതിക്കട്ടെ ലക്ഷ്യ